ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാൻ ഇത് കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. എനിക്ക് കുറച്ച് സമയക്കുറവുണ്ടായിരുന്നു വീഡിയോ ഒക്കെ ഇടാൻ. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ അതാ ഞാനും അമ്മയും പിന്നെ അടുത്ത വീട്ടിലൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയും സ്വത്തും ഒക്കെ കൂടിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സ്വത്തുവിൻ്റെ കമ്മലൊന്ന് പൊട്ടി. സ്വത്തുവിന് 28-ന് ഇട്ട കമ്മലാണ് കേട്ടോ. അത് പിന്നെ ഞങ്ങൾ ഊരോ മാറ്റോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഒരു റിങ് ആയിരുന്നു. അത് കാരണം അവൾക്ക് ഊരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് അങ്ങനെ തന്നെ കിടക്കട്ടെ വിചാരിച്ചു. അപ്പോൾ നിർഭാഗ്യവശാൽ സ്വർണത്തിൻ്റെ വില നല്ല കൂടിയിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പരിപ്പിളകിയിരിക്കുന്നു. അപ്പം പിന്നെ പൊട്ടിയ കമ്മലിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇട്ട് കൊടുക്കാം, പക്ഷെ അവൾ അത് പിടിച്ച് തൂങ്ങിക്കഴിഞ്ഞാൽ ആ കഷ്ണം എവിടെയും ചാടിപ്പോയാൽ അറിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അത് മാറ്റാം. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു കുറി ഉണ്ടായിരുന്നു കേട്ടോ സ്വർണ്ണക്കടയിൽ. ഞങ്ങൾ സ്ഥിരം പോകുന്നത് കവിത ജ്വല്ലറിയിലാണ്, ഒറ്റപ്പാലം പുതിയ കവിതയിലാണ് കേട്ടോ. അപ്പം എൻ്റെ കല്യാണത്തിന് മുന്നേ മുതൽ തന്നെ ഞങ്ങൾ അവിടെയാണ് ഷോപ്പിംഗ് ചെയ്യാറ് അധികം സ്വർണ്ണത്തിന്. അപ്പോൾ സ്വത്തുവാണെങ്കിൽ അവിടെ ചെന്ന് ആകെ മൊത്തം ഇളക്കി മറിച്ചു. ജ്വല്ലറിയും അവിടുത്തെ ആൾക്കാരെയും കസ്റ്റമേഴ്സിനെയൊക്കെ സ്വത്തു കയ്യിലെടുത്തു എന്ന് തന്നെ പറയാം. അങ്ങോട്ട് ഓടണോ ഇങ്ങോട്ട് ഓടണോ, ഞങ്ങളാളെ പിടിച്ചു വയ്ക്കുമ്പോൾ അവർ പറയുന്നുണ്ട് വിട്ടോളൂ, കുട്ടി എങ്ങോട്ടും പോവില്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ, അവളെ കളിക്കാൻ വിട്ടോളൂ എന്നൊക്കെ പറഞ്ഞു. അവൾക്ക് ബലൂണും ജ്യൂസും എല്ലാം കൊടുത്തു. ചെറിയ റിങ്ങാണ് ഇടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ അവളുടെ കാതിലെ ഓട്ടയുണ്ടല്ലോ അത് വളരെ കുഞ്ഞിതായിരുന്നു. ഒരു മുട്ടുസൂചിക്ക് മാത്രം കടക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ഓട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയാണ്. എല്ലാ അമ്മമാർക്കും പേടിയാണല്ലോ കുട്ടികളെ കരയിപ്പിച്ച് കമ്മലിടാനും ഊരാനൊക്കെ. അപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു എനിക്കന്ന് ഇവിടെ നിന്ന് തന്നെ ഒന്ന് ഇട്ട് തരണം, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ണി സമ്മതിക്കില്ല എന്ന്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു എന്നാൽ ശരി ഞങ്ങളിവിടെ നിന്ന് ഇട്ട് തരാൻ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനമായി. അല്ലെങ്കിൽ അവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണെങ്കിൽ അവളുടെ ചെവിയിലോ എവിടെയും തൊട്ട് അവൾ പെട്ടെന്ന് എണീറ്റ് കരയും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കേണ്ടത് അമ്മയാണ് കേട്ടോ. ഞാനവിടെ കമ്മൽ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ള സെലക്ഷനിലായിരുന്നു. പിന്നെ മുത്തശ്ശി മോളും കൂടി നല്ല കളിയിലായിരുന്നു കേട്ടോ. ഇവിടെയെന്ന് പറഞ്ഞാൽ ഒത്തിരി ലൈറ്റ് വെയ്റ്റ് ജ്വല്ലേഴ്സ് ഉണ്ട്, ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരു വെഡ്ഡിങ് പർച്ചേസിനൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ പ്രമോഷനോ കാര്യങ്ങളായിട്ട് ഒന്നും പറയില്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നല്ല കളക്ഷൻസ് ഉണ്ട് ഒറ്റപ്പാലം കവിതയിൽ. എൻ്റെ സ്വർണ്ണമൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് കേട് വരുത്തൊന്നുമില്ല, നാശമായി പൊട്ടും ഒന്നും ചെയ്യില്ല. എനിക്കും ഉണ്ണിക്കും ഒക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് കവിതയിൽ തന്നെയാണ് എടുക്കാറ്. പിന്നെ ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കാനും പോകണമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 10:30 ആയി ഇറങ്ങിയപ്പോൾ കവിതയിൽ പോയിട്ട് ഒത്തിരി നേരം പിടിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ കുത്താമ്പുള്ളിയിലേക്കാണ് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് വിചാരിച്ചത്. ഞാൻ ഈ AR ഹാൻഡ്ലൂംസിൻ്റെ കുറേ വീഡിയോസ്, ഞാൻ അവരെ ഫോളോവറാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസ് കണ്ട് ഒരു കൗതുകത്തിന് ഞാൻ പോയതാണ്, അല്ലാതെ വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല കേട്ടോ. അവിടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നേരിട്ട് അറിയാൻ വേണ്ടി ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് വേണം പോവാൻ. അങ്ങനെ സ്വത്തുവാണെങ്കിൽ എന്താ പറയുക, ഒരു കളിസ്ഥലം കിട്ടിയതുപോലെയായിരുന്നു അവൾക്ക്. എല്ലായിടത്തും ഓടി നടക്കുകയും ചാടി നടക്കുകയും എല്ലാവരോടും പോയി വായിട്ടടിക്കുകയും അവരൊക്കെ അവൾക്ക് സപ്പോർട്ടായിരുന്നു കേട്ടോ. ഓരോ സ്ഥലത്ത് പോയി പിടിക്കണേനും കയറണേനും ആരും ഒന്നും പറഞ്ഞില്ല. കുട്ടി കളിച്ചോട്ടെ എന്ന് തന്നെയാട്ടോ അവർ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതിനിടയിൽ അവൾക്ക് കമ്മലൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ആ കമ്മൽ ഇട്ട കരച്ചിൽ തീർക്കാൻ വേണ്ടി നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ അവിടെ ഒന്ന് ഇരുത്തി 5 മിനിറ്റ് അവളുടെ കമ്മലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ് ജിമ്മിക്കാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. ആ ജിമ്മിക്ക് ഇട്ടപ്പോൾ തന്നെ ആളുടെ മുഖമൊക്കെ ഒന്ന് മാറിയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അവളെ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടോ. വേറെ ഒന്നും നമ്മൾ എടുത്തില്ല, ഞാൻ പറഞ്ഞല്ലോ ഇതെങ്ങനെയാണ് സംഭവം, ഇവിടെ അവർ ചെയ്യണ പ്രമോഷൻ പോലെ തന്നെയാണോ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തായാലും സർവീസിന് ഒരു ചേച്ചി നമ്മുടെ ഒപ്പം ഉണ്ടാവും. ആ ചേച്ചി നമുക്ക് ഏത് ഡ്രസ്സാണ് ഏത് മോഡലാണെന്ന് ചോദിച്ചിട്ട് നമ്മുടെ പിന്നാലെ നടന്നോളും. ഏത് മോഡൽ വേണമെങ്കിലും അവരെടുത്തിടും, എത്ര വേണമെങ്കിലും എടുത്തിടും. അതിനൊന്നും അവർക്കൊരു മടിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന്
കുറേ കളക്ഷൻസ് ഉണ്ട്. വന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവിടുത്തെ സർവീസാണെങ്കിൽ സൂപ്പറാണ്, കളക്ഷനാണെങ്കിലും അതിലേറെ സൂപ്പറാണ്. പിന്നെ നമ്മൾ 2800 രൂപയുടെ സാധനം എടുത്തുള്ളൂ. അതിൽ അവർ 400 രൂപ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. 400 രൂപ ഡിസ്കൗണ്ട് കിട്ടി. പിന്നെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല പൂര തിരക്കാണ്. പക്ഷെ അവർ നന്നായിട്ട് കസ്റ്റമറെ മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില കടകളിലാണെങ്കിൽ അവർക്ക് എടുത്തിടാൻ മടിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുടെ മുഖത്തിന് ഭയങ്കര ഭാവവ്യത്യാസമൊക്കെ വരും നമ്മൾ കുറേ ഇങ്ങനെ എടുത്തിടുമ്പോൾ. പക്ഷെ ഇവിടെ ഒന്നുമില്ല, സൂപ്പറായിരുന്നു. നമുക്ക് തിരഞ്ഞെടുക്കാം ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് നോക്കാം. അതിലെ ചേച്ചിയാണെങ്കിൽ നമുക്ക് ഓരോന്ന് പറഞ്ഞു തരും, ഓരോ വർക്കിനെ കുറിച്ച് പറഞ്ഞു തരും. നമുക്ക് പ്രൈസ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ളത് എടുത്ത് തരും. സ്വത്തുട്ടിയാണെങ്കിൽ അവിടെ എടുത്ത് ആരൊക്കെയോ മാറ്റി വെച്ചിട്ടുള്ളതൊക്കെ ഞങ്ങൾക്ക് എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഒത്തിരി ദൂരെ നിന്നാണ് ആൾക്കാർ വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ അടുത്താണ് തിരുവില്ലാമല കേട്ടോ, കുത്താമ്പള്ളി ഇവിടെ അടുത്താണ്. ഞങ്ങൾ നോക്കുമ്പോൾ കോട്ടയം, കൊല്ലം അങ്ങനെ ഏതോ സ്ഥലത്തുനിന്ന് വെഡ്ഡിങ് കസ്റ്റമേഴ്സ് വന്നിട്ട് അവർ കുറേ എടുത്തിട്ടുണ്ട്. ഒരു ഇപ്പോൾ 1 lakh എനിക്ക് തോന്നുന്നുണ്ട്, 1 ലക്ഷത്തിന് മുകളിൽ അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഒരു 5000-6000 രൂപയുടെ സാരിയും ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ കളക്ഷൻസൊക്കെ. ഞങ്ങളെന്തായാലും ജസ്റ്റ് ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ടല്ല, നമ്മളൊന്ന് പോയി നോക്കാമെന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ നമ്മൾ ഒത്തിരി പൈസയും കയ്യിൽ വെച്ചില്ല. അതാണ് എനിക്ക് അമ്മയ്ക്കൊന്നും എടുത്തില്ല, അമ്മൂമ്മയ്ക്ക് എടുത്തുള്ളൂ. പിന്നെ സ്വത്തൂനൊരു പാവാട, അമ്മൂമ്മയ്ക്ക് 2 സെറ്റുമുണ്ട്. പിന്നെ അമ്മയ്ക്ക് എന്തോ റണ്ണിങ് മെറ്റീരിയൽ, എനിക്ക് അമ്മയ്ക്കും കൂടിയിട്ട് റണ്ണിങ് മെറ്റീരിയലും എടുത്തുള്ളൂ. ഇവിടെ ഷർട്ടിൻ്റെ കളക്ഷൻസ് ഞാൻ നോക്കുമ്പോൾ കുറവാണ്. ബാക്കി സാരി ആണെങ്കിലും സൂപ്പറാണ്, നമ്മുടെ ചുരിദാർ മെറ്റീരിയലാണെങ്കിലും എല്ലാം സൂപ്പറാണ്. ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് അവർ പ്രൈസ് ഇടുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് പ്രൈസ് കൂടുതലാണെന്നൊന്നും തീരെ വിചാരിക്കരുത്. നമ്മൾ പുറത്ത് ഇതിൻ്റെ ഡബിൾ കൊടുക്കേണ്ടി വരും. പിന്നെ പ്രത്യേകിച്ച് സെറ്റ് മുണ്ടും കാര്യങ്ങളാണെങ്കിലും 300-400 രൂപയ്ക്കൊക്കെ അടിപൊളി സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ളതും ഒന്ന് ഒരു സ്പെഷ്യൽ വർക്കൊക്കെ വരണതും കണ്ടില്ല. ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. കസവിൻ്റെ വീതി കുറഞ്ഞതും വീതി കൂടിയതും ഇടത്തരവും അങ്ങനെ പല പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങളാകെ കൺഫ്യൂഷനായി, ഏത് എടുക്കും എങ്ങനെ എടുക്കും എന്നൊക്കെ